വിജയഗാഥയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഏറെ നേരിടേണ്ടി വരുമ്പോഴും തളരാത്ത മനസ്സിന്റെ ഉടമകളായി ചിലരുണ്ട്. അവർക്ക് മുന്നിൽ വിജയത്തിന് ശിരസ് നമിക്കുകയേ വഴിയുള്ളൂ. കാരണം വിജയ സോപാനത്തിലിരിക്കാൻ അവരെക്കാൾ യോഗ്യത മറ്റാർക്കാണുള്ളത്? ഏറെ ദുരിതങ്ങൾ താണ്ടി മുഖ്യധാരയിലേക്ക് ഓടിയത് ഒരാളുണ്ട് നമുക്കിടയിൽ, ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ രാജേന്ദ്രൻ. എന്നാൽ അദ്ദേഹത്തിന് തന്റെ 5 വയസ്സ് മുതൽ കാലിന് ശേഷിയില്ല. പക്ഷെ അതൊന്നും ആ മനസ്സിന്റെ ഇച്ഛാശക്തിയെയും വേഗതയെയും തടയാൻ പര്യാപ്തമായിരുന്നില്ല. ഡോക്ടർ രാജേന്ദ്രനെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ. മിക്കവർക്കും അറിയുന്നത് പോലെ ഞാനിവിടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആലത്തൂരിൽ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റായിട്ട് സിവിൽ സർജനായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാം, ഞാനൊരു വികലാംഗനാണ്. അതായത് ചെറുപ്പത്തിൽ പിള്ളവാതം വന്നതിന് ശേഷം കാലുകൾ തളർന്നു പോയിട്ട് ഇപ്പോൾ ഒരു സപ്പോർട്ടോടു കൂടിയേ നടക്കാൻ പറ്റുള്ളൂ. അത് മിക്കവരും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതാനുഭവങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് ഒരു വലിയ സന്തോഷം തന്നെയുണ്ട്. ഇനി എൻ്റെ ഈ അസുഖം വന്നത് എങ്ങനെയാണെന്ന് പറയാം. എനിക്ക് ഇപ്പോഴും ഞാൻ 1-ാം ക്ലാസ്സിൽ എന്നെ കൊണ്ട് ചേർക്കുമ്പോൾ, എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ വളരെ ഓടിച്ചാടി നടന്ന ആ കാലം എനിക്കിപ്പം ഓർമ്മയിലുണ്ട്. ഈ ഓണം വെക്കേഷൻ ഏതാണ്ട് തുടങ്ങുന്ന ആ സമയത്താണ് എനിക്ക് പെട്ടെന്നൊരു പനി ബാധിച്ച് അതിനെ തുടർന്ന് ഈ കാലിൽ തളർച്ച വന്നത്. പക്ഷേ അന്ന് കാലത്ത് ആ ചുറ്റുവട്ടാരത്ത് ഇങ്ങനെ 3-4 കേസുകൾ വേറെയും ഉണ്ടായിട്ടുള്ളതായിട്ട് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അപ്പോൾ അവിടെ മിക്കവാറും ഈ പോളിയോ മൈലറ്റിസ് എന്ന് പറഞ്ഞ സൂക്കേട് ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് അത് എന്നെയും ബാധിച്ചത്. പക്ഷെ അന്നൊക്കെ ഈ മോഡേൺ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊന്നുമില്ല. അന്ന് അതുപോലെ ഇതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളോ ഒന്നും ഇല്ല താനും. അപ്പോൾ നമുക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലത്തേക്ക് ഒരു 5-6 മാസക്കാലം ഞാൻ കിടപ്പിൽ തന്നെയായിരുന്നു. പിന്നീടാണ് കുറച്ചായിട്ട് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ വർഷം മുഴുവനും ഞാൻ പിന്നീട് സ്കൂളിൽ പോയിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വർഷം എന്നെ ഈ വർഷപരീക്ഷയ്ക്ക് മാത്രം അച്ഛനെ എടുത്തുകൊണ്ടുപോയി ഇരുത്തി എഴുതിപ്പിച്ചത് മാത്രമേ. വീട്ടിലിരുന്നായിരുന്നു പഠിത്തങ്ങളൊക്കെ. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട, അവിടെ തെക്കേക്കര എന്ന ഗ്രാമത്തിലാണ് ഡോക്ടറുടെ ജന്മസ്ഥലം. മണിഭവനിൽ ശങ്കരനാരായണനാണ് അച്ഛൻ. അമ്മയുടെ പേര് ചെമ്പകവല്ലി. 7 പേരാണ് ഇവർക്ക് മക്കൾ. അതുകൊണ്ട് തന്നെ നടക്കാനാവാത്തതിന്റെ ഏകാന്തത തന്റെ ബാല്യത്തിൽ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എന്നാൽ സ്കൂളിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. 7-ാം ക്ലാസ് വരെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളിലെ ഏക ആൺകുട്ടിയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പഠനം. ആ ഒറ്റപ്പെടൽ പിന്നീട് തന്റെ വിദ്യാഭ്യാസ കാലത്തിന്റെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തെ പിന്തുടർന്നു. ഇതിനിടെ ഒരു അധ്യാപികയുടെ ക്രൂരമായ പെരുമാറ്റവും മറ്റൊരു അധ്യാപികയുടെ മഹത്വവും മറക്കാനാവാത്ത ഓർമ്മകളാണ് അദ്ദേഹത്തിന്. കണ്ണീരും ആശ്വാസവും നിറഞ്ഞ ഓർമ്മകൾ. പിന്നെ പ്രൈമറി ക്ലാസ്സസിലെല്ലാം തന്നെ ഞാൻ ഒരു സെക്ഷനെ അറ്റൻഡ് ചെയ്യുള്ളൂ. അതായത് കാലത്തെ സെക്ഷൻ മാത്രം. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വീട്ടിൽ എന്നെ ആരെങ്കിലും കൊണ്ടാക്കും. അങ്ങനത്തെ സിസ്റ്റമായിരുന്നു അത്. അതും അതുപോലെ ഉച്ചത്തെ നോട്ട്സുകളൊക്കെ ഞാൻ മറ്റു ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു 4-ാം ക്ലാസ് വരെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ പ്രൈമറി കഴിയുന്നവരെയേ ഈ മിക്സഡ് ആയിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള പഠിക്കാനുള്ള സംവിധാനമുള്ളൂ. 5-ാം ക്ലാസ് തൊട്ട് ദൂരെയുള്ള ബോയ്സ് ഹൈസ്കൂളിലേക്കാണ് ആൺകുട്ടികൾ പോവാറ്. പക്ഷേ എൻ്റെ അച്ഛനമ്മമാർ വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകല്യം ഉള്ളതുകൊണ്ട് അടുത്ത സ്കൂളിൽ പഠിക്കുന്നതാണല്ലോ സൗകര്യം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ചേർത്താൻ ശ്രമിച്ചു. അപ്പോൾ ഒരേ ഒരു ആൺകുട്ടിയെ മാത്രം എടുക്കുന്നതിൽ അവിടുത്തെ ഹെഡ് മിസ്ട്രസിന്
മനപ്രയാസം ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ടീച്ചറും കൂടിയായിരുന്നു. അപ്പൊ അവര് ആദ്യം അത് അനുവദിച്ചില്ല. പിന്നെ അപ്പൊ അമ്മ വീണ്ടും പോയി അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞത് മറ്റേ മലയാളം മീഡിയം മാത്രം തരാം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വൈകല്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് അവരെ കുറച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ 4ാം ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് പാസ്സായ ആൾ കൂടി ആയതുകൊണ്ട് എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ ചേർത്ത് പഠിപ്പിക്കണം എന്ന് അമ്മയ്ക്ക് വളരെ അതിയായ മോഹം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ തരണം എന്ന് പറഞ്ഞപ്പോ അവര് പെട്ടെന്ന് ചൂടായിട്ട് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: നിങ്ങളുടെ മകന് നിൽക്കാൻ പോലും കാലില്ലാതിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും അച്ഛനമ്മമാർക്ക് ഉണ്ടാവും. ആദ്യം നിൽക്കാൻ കാലില്ലാത്ത ആള് ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരിക്കും അമ്മ കരഞ്ഞുപോയ ആ സീൻ ഞാൻ ഇപ്പം ഓർക്കുന്നുണ്ട്. എനിക്കും അത് ആ ഒരു ഇത് പറയുമ്പോൾ എനിക്കും മനപ്രയാസം തോന്നുന്നുണ്ട് ഇപ്പോ. പക്ഷേ പിന്നെ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5ാം ക്ലാസ്സിൽ അതേ സമയം ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും അതേ സമയം 5ാം ക്ലാസ്സിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അവരുടെ പേര് മറ്റേ ചൂടായി പറഞ്ഞ ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ നന്നായിട്ട് പറഞ്ഞ ഒരാളുണ്ട്, വിലാസിനി ടീച്ചർ എന്ന് പറഞ്ഞ. അവര് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാണ് 5ാം ക്ലാസ്സിലത്തെ ഇംഗ്ലീഷ് മീഡിയം ടീച്ചർ. അവര് പറഞ്ഞു ക്ലാസ്സിൽ ഒന്നാമനായി പഠിച്ച കുട്ടിക്ക് സീറ്റ് ഇല്ലെങ്കിൽ ബാക്കി ഒരു കുട്ടിക്ക് ഇവിടെ സീറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നവര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇവിടെ സീറ്റില്ല എന്ന് ആരാ പറഞ്ഞത്? എന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ചെയർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വരൂ, എന്റെ ടേബിളിന്റെ സൈഡിൽ ഇട്ടോളൂ, എന്നിട്ട് ഞാൻ അപ്പൊ സീറ്റുമായി ടേബിളും ആയല്ലോ, ആ കുട്ടിയെ അങ്ങനെ ഇരുന്ന് പഠിച്ചോട്ടെ, അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ 5ാം ക്ലാസ്സിലത്തെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിലേക്ക് എന്നെ ചേർത്തത്. ആ ഒരു സംഭവം ഞാൻ ഇന്ന് ഓർക്കുന്നു. എന്തിനാ പറയുന്നത്, മറ്റേ അന്ന് ക്ലാസ്സുകളിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. അതായത് ഞാൻ ഒരേ ഒരു ആൺകുട്ടിയും ബാക്കി എല്ലാ പെൺകുട്ടികളുമായിരുന്നു. അപ്പൊ ഞാൻ മിണ്ടാതെ ടീച്ചറുടെ ടേബിളിൽ തന്നെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നു. അപ്പോ അതിൽ പോലും ചില മറ്റേ നല്ല ഭൂരിപക്ഷം പെൺകുട്ടികളും വളരെ സഹായ ഹസ്തങ്ങളോടുകൂടിയായിരുന്നു. 7 ക്ലാസ് വരെ ഞാൻ ഗേൾസ് സ്കൂളിൽ തന്നെ പഠിച്ചു. അപ്പൊ പിന്നെ ഒരുവിധം നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ അങ്ങനത്തെ ലെവലായപ്പോ പാരന്റ്സ് പറഞ്ഞു ഇനിയും, അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്തായാലും എനിക്കും ഈ ഐസൊലേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ കുട്ടിയായിട്ട് ഒരു ബോയായിട്ട് ഒരു ഹോൾ ഗേൾസ് ഉള്ള ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഈ ബോയ്സ് ഹൈ സ്കൂളിൽ തന്നെ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പഠിപ്പ് നിർത്താൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബോയ്സ് ഹൈ സ്കൂളിലേക്ക് മാറി. അപ്പൊ അവിടെ പോയിട്ടും ഞാൻ ഫസ്റ്റായിട്ട് SSLCയിലും മറ്റേ അവിടുത്തെ ഈ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ മറ്റേ പ്രൊഫഷൻസി പ്രൈസസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പാസ്സായത്. ബോയ്സ് ഹൈസ്കൂളിലെ പഠനത്തിന് ശേഷം ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടി. വികലാംഗനായതിന്റെ ദുരിതങ്ങൾ കോളേജ് കാലഘട്ടത്തിലും ഡോക്ടർ ഏറെ നേരിട്ടു. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിസിന് ചേർന്നു. മെറിറ്റിലായിരുന്നു പ്രവേശനം. ഇവിടെ അദ്ദേഹം നേരിട്ട കടമ്പകൾ ഏറെ കടുത്തതായിരുന്നു. അപ്പൊ അവിടെ പോയപ്പോഴാണ് പിന്നെ പ്രശ്നങ്ങളിലെ തന്നെ ഒരു തുടക്കം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റൽ ഒരു ഭാഗത്തായിരിക്കും, കോളേജ് ഒരു ഭാഗത്താണ്. പിന്നെ കോളേജിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ് ഒരു 2 നില നിലയായിരിക്കും. പിന്നെ ഉടനെ പിന്നത്തെ ക്ലാസ്സിലേക്ക് ഇറങ്ങി വന്ന വേറെ ഒരു നിലയിലായിരിക്കും. പിന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സസിലാണെങ്കിൽ മണിക്കൂർ കണക്കിന് നിൽക്കണം. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഇന്നത്തെ അത്രയും പ്രയാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ മാനേജ് ചെയ്ത് അങ്ങനെ പോയി. പിന്നെ അന്ന് ഞാൻ മാനസികമായിട്ട് അനുഭവപ്പെട്ടിരുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നടത്തത്തിൽ വളരെ സ്ലോ ആണ്. മറ്റു കുട്ടികളെ പോലെ വേഗത്തിൽ നടക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഇതിൽ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ബാച്ചായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഞാൻ മാത്രം തനിച്ച് മൂവ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനത്തെ അപ്പൊ അതും ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട് ഇല്ലാത്ത ഒരു ഫ്രണ്ട് ഉണ്ടാവും റൂമിലോ മറ്റുള്ള ഫ്രണ്ട്സോ ഒക്കെ ഫ്രണ്ട്സ് തന്നെയാണ്, ഇപ്പം ഒരു ഫ്രണ്ട്സ് ആയിരിക്കുന്നുണ്ട്, അതുകൊണ്ടല്ല. പക്ഷെ ഒന്നിച്ച് കൂടെ നടക്കാനും സംസാരിക്കാനും അങ്ങനത്തെ ഒരു ഫ്രണ്ട് പ്രാക്ടിക്കലി ഇല്ലായിരുന്നു. ഒരേ ഒരാളെ ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹം ഇപ്പോൾ യൂറോളജിസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടർ രാജൻ ഉണ്ടായിരുന്നു. അങ്ങേര് മാത്രം. പക്ഷേ അതും ഒരു ആദ്യത്തെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് ഒരു അഡീഷനായി. ഞാനപ്പോ പാസ്സായി പോയപ്പോ ഞങ്ങൾ 2 സെപ്പറേറ്റഡ് ആയി. അതോടുകൂടി
ആ കൂട്ടുകെട്ടും പോയി. പിന്നെ എല്ലാം ഞാൻ ഒന്നിച്ച് തനിയെ നടക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ക്ലിനിക്സിലെത്തുമ്പോൾ, അതായത് ക്ലിനിക്കൽ ക്ലാസ്സസ് തുടങ്ങുമ്പോഴാണ് ആ ബുദ്ധിമുട്ട് കൂടിയത്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടെ ക്ലാസ്സസ് നടക്കും. അതൊക്കെ വാർഡുകളിലാണ് ആ ക്ലാസ്സസ് നടക്കുക. വാർഡിൽ പ്രൊഫസർ വന്നോ ടീച്ചേഴ്സ് വന്നിരിക്കും, ചുറ്റും കുട്ടികൾ നിൽക്കും, എന്നിട്ട് വേണം ക്ലാസ് എടുക്കാൻ. അപ്പോ എനിക്കുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒന്നാമത് ഫ്രണ്ടിൽ വന്ന് നിന്നാൽ ബാക്കിൽ നിന്ന് പ്രഷറുകാരനെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇനി ബാക്കിൽ പോയി നിന്നാൽ എന്താന്ന് വെച്ചാൽ എന്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ ഫ്രണ്ടിൽ നിന്ന ബോയ്സ് ഫ്രണ്ടിൽ നിന്നാൽ എനിക്കോട്ട് കേൾക്കൂല. അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ എനിക്കുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈവനിങ് ടൈമിലൊക്കെ ഞങ്ങൾ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോവും കാണാൻ. അപ്പൊ പലപേരും പോകുമ്പോൾ എനിക്കും പോകണമെന്നുണ്ടാവും. പക്ഷെ എന്താ അറിയോ, ഈ ഹോസ്റ്റലും കോളേജും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അവിടുന്ന് മറ്റുള്ള ആൾക്കാർ 5-10 മിനിറ്റ് കൊണ്ട് നടന്നെത്തുന്നത് ഞാൻ നടന്നെത്തുന്നത് അരമണിക്കൂർ കൊണ്ടായിരിക്കും, അരമണിക്കൂറോ അതിൽ കൂടുതലും എടുത്തിട്ട്. അതുപോലെ ഈ കേസ് കണ്ട് തിരിച്ചു പോകുമ്പോഴേക്കും ഞാൻ അവശനിലയിലായിട്ടുണ്ടാവും. അപ്പോൾ പഠിക്കാൻ തന്നെ ഒരു മുഴു തോന്നാത്ത ലെവലില് അങ്ങനത്തെ കുറെ പ്രയാസങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. ഇതൊക്കെ ഹൗസ് സർജൻസി ആയപ്പോൾ പിന്നെയും ബുദ്ധിമുട്ടായി. എന്താന്ന് വെച്ചാൽ അവിടെ ഈ വാർഡ് വർക്ക് മുഴുവൻ ഹൗസ് സർജൻസ് ചെയ്യേണ്ട സമയമാണ്. കാലത്ത് ഇപ്പോൾ 8 മണിക്ക് തുടങ്ങിയ രാത്രി 12 വരെയൊക്കെ പോവും. അത് നിന്ന് അതും ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ ഡെയിലിയുള്ള വർക്കായിരുന്നു. അതൊരുപാട് ബുദ്ധിമുട്ടിച്ചു. അത് മാത്രമല്ല, പ്രോസസ്സിന്റെ പിന്നാലെ അവരൊരു വാർഡിൽ റൗണ്ട്സ് എടുത്താൽ എല്ലാ ഹൗസ് സർജന്മാരും എല്ലാവരും കൂടി ഓടി അടുത്ത വാർഡിലെത്തിക്കളയും. അപ്പോൾ നമുക്ക് ഇതെന്താ ഇവർ പറയുന്നത്, നമുക്ക് പറഞ്ഞേൽപ്പിക്കുന്നതെന്ന് നമ്മൾ എത്തിയതിന് ശേഷമേ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഞാൻ അവിടെയും സഹിച്ചു. പിന്നെയാണ് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. പോസ്റ്റ് ഗ്രാജുവേഷന് പിന്നെ എൻ്റെ ബ്രദറുള്ള എൻ്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഡ്യൂട്ടി ചെയ്യുന്നതിന് മേലെ താഴെയൊക്കെ കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1989 ഡോക്ടർ ആലത്തൂരിലെത്തുന്നത്. അന്ന് അദ്ദേഹത്തിന് നടക്കാൻ സഹായമൊന്നും വേണ്ടായിരുന്നു. 10 വർഷം വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. എന്നാൽ കടുത്ത പരീക്ഷണങ്ങൾ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വീഴ്ചകളായിരുന്നു അടുത്തടുത്തായി അദ്ദേഹത്തെ കാത്തിരുന്നത്. 1999 ഒക്ടോബർ നവംബറോടുകൂടി പെട്ടെന്നൊരു വീഴ്ച പറ്റി. ഞാൻ മറ്റേ ഓർക്കാപ്പുറത്തൊരു വീഴ്ച, അതില് എന്റെ തുടയിൽ മുറിഞ്ഞുപോയി ഇതാണ്. അപ്പൊ അതില് എന്നെ പ്ലാസ്റ്റർ ഇട്ട് കിടത്തേണ്ടി വന്നു. പിന്നെ അത് പ്ലാസ്റ്റർ ഒരു 1.5 മാസം കഴിഞ്ഞ് എടുത്താലും അത് ഈ വല്ലാതെ ഈ ഹാൻഡിക്യാപ്പായി ആ ഉള്ള മാംസപേശികളൊക്കെ വീക്കായി എണീറ്റ് നടക്കാൻ പിന്നെയും ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് എണീറ്റ് നടക്കാൻ ഉള്ള മറ്റേ പ്രാപ്തിയായത്. എന്നിട്ടാണ് വീണ്ടും ഞാൻ ആസ്പത്രിയിൽ വന്ന് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് 1.5 മാസം 2 മാസം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും നമ്മൾ സഹായിച്ചു. അതുപോലെ ഒരു മറ്റേ സിമ്പതി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയായിരുന്നു എപ്പോഴും ഡോക്ടേഴ്സിന്റെ അഭാവവും കുറവും മൂലം നമുക്ക് ഡ്യൂട്ടി എടുക്കണം എന്നുള്ള ഇത് വന്നു. പിന്നെ എന്നിട്ടാണ് ഡ്യൂട്ടി എടുത്തു തുടങ്ങി 1 മാസം 1.5 മാസം കഴിഞ്ഞതും മഴക്കാലം വന്നതോടുകൂടി ഒരു ദിവസം ഒരു വഴിക്ക് വീണ്ടും ഈ ലെഫ്റ്റ് കൈ 2 ബോൺസും ഒടിഞ്ഞു പോയി ഇതാണ്. പിന്നെ പക്ഷെ ആ ബോൺസും വന്നതിന് പ്ലാസ്റ്റർ ഇട്ടിട്ട് എനിക്ക് ഓർമ്മ, ഞാൻ അന്ന് ഉച്ചയ്ക്ക് തൊട്ട് തന്നെ കൺസൾട്ടേഷൻ മുടങ്ങാത്ത ലെവലില് നോക്കിക്കൊണ്ടിരുന്നു, ഹോസ്പിറ്റലിലും പോയിക്കൊണ്ടിരുന്നു. അതിപ്പോ വലിയ പ്രശ്നമില്ലാത്ത ലെവൽ ശരിയായി. പക്ഷേ ഈ കാലത്തെ ഫ്രാക്ചർ വന്നതിന് ശേഷം എനിക്ക് ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റൂ എന്നുള്ള ലെവലായി. അങ്ങനെ ഈ പിന്നീട് നടത്തവും കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞു വന്നപ്പോ എന്തായി, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഈ ഒരാൾ കൂടി പുറത്തിറങ്ങി നടക്കണമെങ്കിൽ, അതായത് ഹോസ്പിറ്റലിന്റെ റൂമുകളിന്റെ അകത്തോ അല്ലെങ്കിൽ വീടിന്റെ അകത്തോ സപ്പോർട്ട് മതി, പക്ഷേ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ വേറെ ഒരാളുടെ കൂടി സപ്പോർട്ട് വേണം എന്നുള്ള ലെവലായി മാറി. അപ്പോൾ അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ ഈയിടെയായിട്ടാണ് ഈ കഴിഞ്ഞ വർഷം ഒരു പകുതിയോടുകൂടി
പുറത്ത് ഭയങ്കരമായിട്ടുള്ള വേദന തുടങ്ങി. അത് ഞാൻ പിന്നെ ഇവിടെ സൂപ്രണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ജോലികൾ സൂപ്രണ്ട് എന്നുള്ള ലെവലും കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള ലെവലും ആയതുകൊണ്ട് ഞാൻ അത് ആദ്യം അവഗണിച്ചു. പിന്നെ പല ഡോക്ടേഴ്സിനെയും കൺസൾട്ട് ചെയ്തപ്പോൾ അത് ഈ പോളിയോ സംബന്ധമായിട്ടുള്ളതാണെന്നുള്ള പറഞ്ഞുകൊണ്ട് അതിനെ പിന്നെ കെയർ ചെയ്യാതെ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യം, കാലൊക്കെ തളർന്നു, പിന്നെ വീണ്ടും തളർന്ന് അതുപോലെ തൊട്ടറിയാത്ത ലെവലിലൊക്കെ ആയപ്പോഴാണ് ഞാൻ ടെസ്റ്റിങ്ങിന് പോയത്. അപ്പൊ ഡിസംബർ ലാസ്റ്റോടുകൂടി അത് നട്ടലിലത്തെ ഒരു പഴുപ്പ് കെട്ടി നിൽക്കുന്നുണ്ട്, അത് ഓപ്പറേഷൻ വേണ്ടി വരും, അത് കളയാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ വൈമനസ്യം കാരണം ആ ഡോക്ടർ പറഞ്ഞു എന്നാ മരുന്ന് കൊണ്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് മരുന്ന് തുടങ്ങി. ആദ്യത്തെ 2 മാസം ബെഡ് റെസ്റ്റ് കിടപ്പിലായിരുന്നു. പിന്നീട് എന്താന്ന് വെച്ചാൽ ആ സമയം ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചു. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടലത്തെ അതിഭയങ്കരമായിട്ട് വേദന കാരണം ഒന്നും ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു റൈറ്റോ ലെഫ്റ്റോ ഒന്ന് തിരിയാൻ പറ്റില്ല, അങ്ങനത്തെ ലെവലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഒന്ന് ഊണ് കഴിക്കണമെങ്കിലോ ഒരു കപ്പ് കാപ്പി കഴിക്കണമെങ്കിലോ പോലും നമ്മൾ എണീറ്റിരിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണമോ കൊണ്ടുവച്ചാൽ മറ്റേ എനിക്ക് ആ കൊണ്ടുവയ്ക്കുന്ന ആളോട് ദേഷ്യമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവരിത് കൊണ്ടുവച്ചത് കൊണ്ടല്ലേ എനിക്ക് എണീക്കേണ്ടി വരുന്നത് എന്നുള്ളൊരു തോന്നൽ. അത്രയും വേദന അനുഭവിച്ച ഒരു കാലമായിരുന്നു. ഇപ്പൊ എനിക്കിപ്പോ 6-7 മാസമായി. ഇപ്പൊ എനിക്ക് അത്യാവശ്യം നടക്കാം. ഈ കാലത്തെ തരിപ്പുകളൊക്കെ ഒരു ചെറിയ തോതിലേ ഉള്ളൂ. അതുപോലെ നട്ടലത്തെ വേദനയും ഗണ്യമായി കുറഞ്ഞു. എനിക്കിപ്പോ മണിക്കൂറുകൾ, ഇപ്പൊ ഞാനൊരു ബ്രേസ് ഇട്ടിട്ടുണ്ട്, അതിപ്പോ കാണിച്ചു തരാൻ എനിക്ക് പറ്റും. ഈ ബ്രേസ്, അതായത് സ്പൈനൽ ബ്രേസ് ഇട്ടിട്ടാണ് ഞാൻ പിരിക്കുന്നത്. അപ്പൊ എന്നാൽ പോലും എനിക്കിപ്പോ കുറെ മണിക്കൂറുകൾ വേണമെങ്കിൽ, കാലത്തോട്ട് വൈകിട്ട് വരെ വേണമെങ്കിൽ എനിക്കിരിക്കാൻ മറ്റേ വലിയ വേദന കൂടാതെ ഇരിക്കാൻ പറ്റും. ആ ലെവലിലായിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു 1 വർഷം ഞാൻ ഈ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത മിക്കവാറും ഇത് മാറിക്കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. 1992 തന്റെ ശാരീരിക അവശതകൾക്ക് ചെറിയൊരു പരിഹാരമായി ഒരു കൈനറ്റിക് ഹോണ്ട അദ്ദേഹം സംഘടിപ്പിക്കുന്നത്. 99 വീഴ്ചയ്ക്ക് ശേഷം കാറോടിക്കാനും അതിനായി പുതിയ വഴികൾ കണ്ടെത്താനും ഡോക്ടർ ശ്രമിച്ചു. അതിൽ വിജയിക്കുകയും ചെയ്തു. ഈ ജോലിയിൽ പ്രവേശിച്ച് 92 എനിക്ക് ഒരു വാഹനം എന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അതായത് അപ്പൊ ഈ നടത്തങ്ങൾ കൂടുതലായി വന്നപ്പോ ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഒരു ആസ്പത്രിയിൽ നിന്ന് ഒരു കോൾ വന്നാൽ ഞാൻ നടന്നെത്തണമെങ്കിൽ 1/4 മണിക്കൂർ എടുക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു സിസ്റ്റം ശരിയല്ല. അപ്പൊ ഒരു വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവസാനം കൈനറ്റിക്, ചവിട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്കൂട്ടറൊന്നും എനിക്കൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ആണ് ഈ കൈനറ്റിക് ഹോണ്ട എന്ന് പറഞ്ഞതിന് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, അത് അതിൽ സ്റ്റാർട്ടാകുമെന്ന് മനസ്സിലായിട്ട് അത് ഓർഡർ ചെയ്ത് അതിന് എക്സ്ട്രാ 2 വീൽസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് അത് ഓടിക്കാൻ തുടങ്ങി. പെർഹാപ്സ് ഈ ആലത്തൂരിലത്തെ ഒരു വികലാംഗൻ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വെഹിക്കിൾ ആദ്യമായിട്ടായിരുന്നു അന്ന്. വേറെ ഒരാളുടെ കയ്യിലും അന്ന് ആലത്തൂരിൽ ഞാൻ കണ്ടിട്ടില്ല അത്. പിന്നീട് എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രാക്ചർ സംഭവിച്ചതിന് ശേഷം, കാലിലത്തെ ഫ്രാക്ചർ സംഭവിച്ച് ഞാൻ 1999 ലാസ്റ്റാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നപ്പോ കയ്യിലത്തെ ഫ്രാക്ചറും ഒക്കെ ഒരുവിധം ഹീൽ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു കാർ ഓടിക്കാൻ പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ കാർ അതും ഒരു നെസസിറ്റിയിൽ നിന്ന് വന്ന ഒരു വല്ലാത്തൊരു ആവശ്യം വന്നതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ സ്കൂട്ടറിൽ പലപ്പോഴും പോകുമ്പോൾ ഈ മഴക്കാലത്ത് മഴ കൊള്ളാതെ പോകാൻ പറ്റില്ല. പിന്നെ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിട്ട് നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാറാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടല്ലോ വിചാരിച്ചു. അപ്പൊ കാർ ഓടിക്കാൻ പഠിക്കണം എന്നായി. അപ്പാണ് ബുദ്ധിമുട്ട്. പിന്നെ അതിനെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് എനിക്ക് മനസ്സിലായത്. അതായത് ഒന്നാമത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് കാർ ഉണ്ടാക്കിയിട്ട് വേണം അവർ ഓടിക്കാൻ. അതാണെങ്കിൽ മറ്റേ വലിയ, അതായത് സോഫിസ്റ്റിക്കേറ്റഡ് കാറുകൾ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലൊക്കെ ആ സംവിധാനങ്ങളുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഓട്ടാൻ പോലും അറിയാത്ത ഒരാള് ഇങ്ങനത്തെ വലിയൊരു ഇത് പൈസയും മുടക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ട് നാളെ അത് ഓട്ടിക്കാൻ പറ്റാതെ വന്നാൽ നമ്മൾ ആർക്ക് വിൽക്കും? ഇതൊന്നും കൈയൊഴിയാനും പറ്റാത്ത ഒരു
സ്ഥിതിഗതി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മലപ്പുറത്ത് ഒരു മുസ്തഫ എന്ന് പറഞ്ഞിട്ട് ഒരു ആള് ഇങ്ങനെ കാറുകൾ ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മറ്റേ അങ്ങേരത് ഡിസൈൻ ചെയ്ത് തന്നു. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവിടെ പോയപ്പോഴാണ് എനിക്കൊരു സമാധാനം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് 2 കാലം തളർന്നു പോയിട്ട് അങ്ങേരുടെ ഭാര്യ വീൽ ചെയറിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരു ധൈര്യം എന്താന്ന് വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ ഞാൻ സപ്പോർട്ടോടുകൂടി നടക്കുന്നെങ്കിലും ഉണ്ടല്ലോ, അങ്ങേർക്ക് ഇത്രയും വൈകല്യമുള്ള ഒരാൾക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ നമുക്ക് അതിൽ നിന്നും കൂടുതൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി ഞാൻ എടുത്തു. ഇപ്പൊ ഞാൻ അത്യാവശ്യം ആ മാരുതി കാറിലാണ് ഇങ്ങനെ ഞാൻ സ്വയം പോയി വരുന്നത്. അതായത് മഴയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളിലോ, ഇവൺ 1-2 ട്രിപ്പ് ഫാമിലിയും കൊണ്ട് ഞാൻ വീട്ടിലേക്കും പോയിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട വരെ പോയിട്ടുണ്ട് ഈ വണ്ടിയും വെച്ച്. ഇപ്പൊ പക്ഷെ ആ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. ആസ്പത്രിയിലോ അല്ലെങ്കിൽ ഈ ടൗണിലുള്ള ചില ഷോപ്പുകളിലൊക്കെയോ അങ്ങനെയൊക്കെ പോവാനേ അത് ഉപയോഗിക്കുന്നുള്ളൂ. രാജേന്ദ്രൻ ഡോക്ടർ തന്റെ പരാധീനതകളിൽ നിന്ന് തന്നെ തന്റെ വിജയഗാഥ തുടരുകയാണ്. ഇതിനിടെ ഡോക്ടർ വിവാഹിതനായി, 2 കുട്ടികളുടെ അച്ഛനായി, ആലത്തൂരിൽ സ്വന്തമായി വീട് വെച്ചു. തന്റെ ശാരീരിക വൈകല്യങ്ങളെ വെല്ലുവിളിച്ച് സ്വന്തം മേൽനോട്ടത്തിൽ വീട് പണി തീർക്കുക എന്ന വെല്ലുവിളിയും അദ്ദേഹം ഏറ്റെടുത്തു. ഫ്രാക്ചർ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇവിടെ മറ്റേ ഭൂമി വാങ്ങിച്ചതും, ഒരു 10 സെന്റ് ഭൂമി വാങ്ങിച്ചതിൽ വീടൊക്കെ കെട്ടിയത്. അതും ആദ്യം ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങേർക്ക് വരാൻ പറ്റാതെ ഈ അവിടുത്തെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പൊ അതുകൊണ്ട് വീട് പണിയും എൻ്റെ പ്രൊഫഷനും എല്ലാം കൂടി ഈ സ്റ്റേജിൽ ഞാൻ തന്നെ മാനേജ് ചെയ്യേണ്ടിയിരുന്നു. അതും ഒരുവിധം നടത്തി. അപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിൽ എന്നെ വളരെ പ്രശംസാർഹമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും ഇങ്ങനെ ഒരു എണീറ്റ് നടക്കുന്ന പോലും വിചാരിക്കാത്ത ഒരാള് ഈ കാർ ഓടിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ സ്വയം വീട് പണി നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ശാരീരികമായിട്ട് ഉണ്ടാക്കുന്നത്. സാറ് തനിയെ നടത്തി എന്ന് പറഞ്ഞപ്പോ അത് സമ്മതിച്ച് കൊടുക്കേണ്ട ഒന്നാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതിൽ പ്രത്യേകം ധൈര്യം കാണിച്ചോ അല്ലെങ്കിൽ ലൈഫിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളിനെ ധൈര്യമായിട്ട് അഭിമുഖീകരിച്ചോ എന്നൊന്നും ചോദിച്ചാൽ അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മിക്ക വികലാംഗന്മാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഒരു വലിയ സമുദ്രത്തിൽ ഒരു പായതോണി വിട്ടാൽ എന്ത് ചെയ്യും? പായതോണിക്ക് തുഴഞ്ഞു പോവാതെ പറ്റില്ല. അവിടെ ഇവിടെയും മുട്ടലും തട്ടലും ഒക്കെ ഉണ്ടാവും. ചിലപ്പോ അത് തീരം അടുത്താൽ നന്നായി, അല്ലെങ്കിൽ മുങ്ങിപ്പോയാൽ മുങ്ങിപ്പോവും എന്നുള്ള ഇത് ധാരണയോടുകൂടി മുന്നോട്ട് പോയാലേ എന്തും മുന്നോട്ട് പോവാനേ പറ്റുള്ളൂ. അല്ലാതെ ഈ കണ്ണുകെട്ടി കാട്ടിൽ വിട്ടാൽ പിന്നെ നടക്കല്ലേ വഴിയുള്ളൂ. അതുപോലെ ഒരു അവസ്ഥയാണത്. അത് എല്ലാ വികലാംഗന്മാർക്കും ഉണ്ടാവും. മായന്നൂർ ഹൈസ്കൂളിലെ ടീച്ചറാണ് ഡോക്ടറുടെ ഭാര്യ അന്നപൂർണി. തന്റെ ശാരീരിക വൈകല്യങ്ങൾ വെച്ച് ഒരു വിവാഹം വലിയ മനോവേദനയാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചത്. മറ്റൊരാളെ താൻ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ചിന്തയായിരുന്നു അതിന് പിന്നിൽ. മക്കൾ, വിവാഹം, കുടുംബം, അതിന്റെ സന്തോഷങ്ങൾ, വേദനകൾ, തന്റെ തീരുമാനത്തിലെ ശരിതെറ്റുകൾ എന്നിവ ഓർത്തെടുക്കുകയാണ് അദ്ദേഹം. പലപ്പോഴും മനപ്രയാസം തോന്നാറുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും, ഇപ്പോ ഫാമിലി മാരേജ് ചെയ്തത് ശരിയായിരുന്നു. 89-ലാണ് എൻ്റെ മാരേജ് നടന്നത്. അപ്പൊ അന്ന് അപ്രതീക്ഷിതമായിട്ട് തന്നെ, എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ വൈകല്യമുള്ള ആൾക്കാരെ മാരേജ് ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള ആൾക്കാർ സാധാരണ വരില്ലല്ലോ. അപ്പൊ അത് കുറേയധികം ഡിലേഡായി. അതുകൊണ്ട് പിന്നീടാണ് മറ്റേ വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു ടീച്ചർ അതിന് തയ്യാറായിട്ട് വന്നു. അപ്പോ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വൈകല്യങ്ങൾ. അപ്പൊ അവർക്ക് അതിന് സമ്മതമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മാരേജ് നടന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് പെൺകുട്ടികളോടായിരുന്നു താല്പര്യം എന്ന് വെച്ചാൽ കൂടി, പ്രത്യേകിച്ചും ടീച്ചർക്ക് പെൺകുട്ടികളോടാണ് താല്പര്യം. എന്നാലും ദൈവം കനിഞ്ഞു തന്നത് 2 ആൺകുട്ടികളെയാണ്. അപ്പോ അതങ്ങനെ പോകുന്നു. പിന്നെ ഇതിലിപ്പോ തിരിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കുമ്പോ മാരേജ് ചെയ്തത് തന്നെ എൻ്റെ റൈറ്റ് ഡിസിഷൻ ആയിരുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിലേക്ക് ബാക്കിയുള്ളവരെ നമ്മൾ ബുദ്ധിമുട്ടാൻ ഈ
ഇത് ബാധ്യസ്ഥരായി പോയി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വൈകല്യം കൊണ്ട്. പക്ഷെ മറ്റുള്ളവരെയും അതിൽ കയറ്റി ബുദ്ധിമുട്ടിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു മനപ്രയാസം ചിലപ്പോൾ തോന്നും. പക്ഷേ പിന്നെ ഞാൻ സമാധാനിക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്നും നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലതും അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ചാൽ പോലും നമുക്കതൊന്നും ശരിയാക്കാൻ പറ്റില്ല. നമ്മൾ ഒന്ന് ഫേസ് ചെയ്യുമ്പോൾ, ഒരു ഡിസിഷൻ എടുത്ത് ചെയ്യുമ്പോൾ അത് ശരിക്കും റൈറ്റ് ആയിട്ടോ തെറ്റായിട്ടോ സംഭവിക്കാം. പക്ഷെ ഇതിപ്പോ തെറ്റായി എന്നല്ല, പക്ഷെ അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ വൈകല്യം കാരണം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു കുട്ടികളെയും ഇവരെയും കൊണ്ട് ഒരു സൈറ്റ് സീയിങ്ങിന് പോകണമെന്ന് വെച്ചാൽ അത് നടക്കാത്ത കാര്യമാണ്. എനിക്ക് നടക്കാൻ പറ്റിയാലല്ലേ. വണ്ടി അവിടെ വരെ പോയാലും പിന്നെ സൈറ്റ് സീയിങ്ങിൽ ഇറങ്ങി നടക്കേണ്ട ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവരെ തനിയെ വിടേണ്ടി വരും. ഇപ്പൊ തനിയെ ഒരു സ്ത്രീയും കുട്ടികളും നടന്നാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോ നമ്മുടെ സെറ്റപ്പിൽ, അതായത് എപ്പോഴും ആണുങ്ങൾ മുൻകൈ എടുത്ത് നടത്തേണ്ട കാര്യങ്ങൾ, അതുപോലെ അവരുടെ കൂടെ മറ്റുള്ള ഫാമിലിനെ കൊണ്ടുപോകുന്ന ആ സെറ്റപ്പ് അല്ലല്ലോ. അങ്ങനത്തെ സെറ്റപ്പാണല്ലോ നമ്മുടെ നാട്ടിൽ. ആ സെറ്റപ്പ് ആവില്ലല്ലോ ഇവിടെ. പിന്നെ അതുപോലെ പല കാര്യങ്ങൾ, ബാങ്ക് കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തിനെയും കുറിച്ച് അന്വേഷിക്കണം, അഡ്മിഷനെ കുറിച്ച് അന്വേഷിക്കണം, സ്കൂളിൽ പോകണം, ഇതിനൊക്കെ മിസ്സസ് തന്നെ പോവേണ്ടി വരും. എനിക്കത് പോകാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ പല സ്കൂളുകളിലും പുറത്ത് വണ്ടി നിർത്തിയിട്ട് പോകണം, നമ്മൾ നടന്നു പോകേണ്ട ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ പല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറെ ബുദ്ധിമുട്ടുകൾ ലൈഫിൽ എന്നും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മിസ്സസ് വളരെ ആക്റ്റീവായതുകൊണ്ടും അല്ലെങ്കിൽ അവർക്ക് ഇതൊന്നും വലിയ ബുദ്ധിമുട്ട് തോന്നാത്തത് കൊണ്ട് മേ ബി അവരന്ന് തന്നെ ആ മാരേജ് ചെയ്യുമ്പോൾ തന്നെ ആ ഡിസിഷൻ എടുത്തു കാണും. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കുന്നു. അതാണ്. പക്ഷേ നമുക്കതിനുള്ള റൈറ്റ് ഉണ്ടോയെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് പോവും. അതായത് നമുക്ക് മറ്റുള്ളവരെ കൂടി, ഇപ്പൊ മക്കളാണെങ്കിൽ ഒരിക്കൽ എന്റെ ചെറിയ മകൻ വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ ഇതെന്താ അച്ഛാ വെക്കേഷനായിട്ട് ഞങ്ങളെ എവിടെയും കൂട്ടിക്കൊണ്ടു പോകുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവൻ ഇന്നസെന്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. നമുക്ക് കഴിയാതെ വന്നൊരു കാര്യം ആണെന്ന് നമുക്ക് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അതാണ്. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഈ വൈകല്യങ്ങൾ കൊണ്ടുണ്ടാവുന്നുണ്ട്. എന്നാലും ഇനി പുഴയിൽ ചാടി ഇനി നീന്തി കയറുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ശാരീരിക വൈകല്യങ്ങൾ വകവയ്ക്കാതെ കർമ്മനിരതനാവുന്ന രാജേന്ദ്രൻ ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യ അന്നപൂർണയ്ക്ക് വലിയ പ്രചോദനമാണ്. ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ ഇവർ ഏറെ ശ്രമിക്കുകയും ചെയ്യുന്നു. +2 കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സുകളുടെ അഡ്മിഷന് ശ്രമിക്കുന്ന മകൻ വരുൺ ശങ്കരനും അച്ഛൻ വലിയ പ്രചോദനവും പ്രോത്സാഹനവുമാണ്. പല്ലാവൂർ ചിന്മയ മിഷനിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിഘ്നേഷ് പത്മനാഭനാണ് ഡോക്ടറുടെ രണ്ടാമത്തെ മകൻ. ആയാലും ഇത്രയും അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് സാർക്ക് അതന്നെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സാർക്ക് ഒരു പ്രത്യേക കഴിവുകൊണ്ടും എല്ലാം കൊണ്ടും തന്നെയാണ്. ഒരു മാക്സിമം ഞാൻ വിചാരിക്കാറുണ്ട് സാറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം സാർക്ക് അത്രയും എന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. എങ്കിൽ പോലും ഞാൻ അതിൽ നിന്നും വ്യാകുലപ്പെടാതെ അങ്ങനെ ചിന്തിക്കണം എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ചൈൽഡ്ഹുഡ് മുതലേ ഈച്ച് ആൻഡ് ഒരു കാര്യം ചെയ്യുമ്പോഴും അച്ഛൻ്റെ ആ ഒരു സപ്പോർട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്നെ ലൈഫിൽ എക്സൽ ചെയ്യാനും അത് ഒരുപാട് സഹായകമായിട്ടുണ്ട്. പിന്നെ എന്നിലുള്ള കഴിവുകൾ അത് മാക്സിമം അച്ഛൻ സപ്പോസ് അത്യാവശ്യം പാടുന്ന വെച്ചാൽ തന്നെ എനിക്കുള്ള ആ മടി അത് മാറ്റിയെടുക്കാൻ അച്ഛനെ കൊണ്ടേ പറ്റുള്ളൂ. ഡോക്ടർ രാജേന്ദ്രൻ എന്ന പീഡിയാട്രീഷ്യൻ ആലത്തൂരിനും സമീപ പ്രദേശങ്ങളിലുമുള്ള രക്ഷിതാക്കളുടെ ആശ്വാസവും വിശ്വാസവുമാണ്. തങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഡോക്ടറുടെ ഒരു സ്പർശനം മാത്രം മതിയെന്ന് നൂറുകണക്കിന് മാതാപിതാക്കൾ ഉറക്കെ പറയുകയും ചെയ്യുന്നു. ഇവിടെ വരാനുള്ള കാരണം ഞങ്ങൾക്കൊരു തോന്നല് മൂപ്പര് ഹൈ ഡോസ് മരുന്ന് തരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഞ്ചക്ഷനാണ് വലിയൊരു പ്രശ്നം, അത് ഇവിടെ നൽകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രധാന ഘടകം. പിന്നെ നമുക്ക് വിശ്വാസം ഡോക്ടർ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ മാറിയെന്നുള്ളതാണ് നമുക്കൊരു വിശ്വാസം മരുന്നിലുപരി. ഒരു എഞ്ചിനീയർ ആവുക ബിരുദം കഴിഞ്ഞപ്പോൾ ഡോക്ടർ രാജേന്ദ്രൻ ആഗ്രഹിച്ചതും അതായിരുന്നു. കാരണം കണക്കും ഫിസിക്സും അദ്ദേഹത്തിന്റെ പ്രിയ വിഷയങ്ങളായിരുന്നു. എന്നാൽ ഈ ആഗ്രഹം അദ്ദേഹത്തിന്റെ പ്രൈമറി സ്കൂൾ ടീച്ചർ വിലാസനെയാണ് തടഞ്ഞത്. അത് അദ്ദേഹത്തിന് ഏറെ വലിയ അനുഗ്രഹമാവുകയും ചെയ്തു. ഞാൻ എഞ്ചിനീയറിങ്ങിനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അവര് അങ്ങനെ പാസ് ചെയ്തപ്പോൾ എൻ്റെ അച്ഛനമ്മമാർ പറഞ്ഞു, നീ ടീച്ചറോട് പറഞ്ഞോ ആ കാര്യം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പറഞ്ഞിട്ടില്ല, ഞാൻ പോയി പറയാന്ന് പറഞ്ഞിട്ട് പോയി പറഞ്ഞപ്പോൾ ടീച്ചർ എടുത്ത വഴിക്ക് പറഞ്ഞ ഇതാണ്, രാജേന്ദ്ര നിന്റെ ആരോഗ്യത്തിന് അത് ശരിയാവില്ല, നീ ഒരു ഡോക്ടറാവുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, അന്നാ നിനക്കൊരു സ്ഥലത്തിരുന്ന് ജോലി ചെയ്യാം, എഞ്ചിനീയർ ആവുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോയി.
ഇത് ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ അച്ഛനമ്മമാരെ എന്നെ നിർബന്ധിച്ചു, എന്നാ നീ അത് തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്തൊരു ബ്രാഞ്ചായിരുന്നു ഈ മെഡിസിൻ. എന്റെ ഏറ്റവും താല്പര്യം മുഴുവൻ എഞ്ചിനീയറിങ്ങിനായിരുന്നു. അപ്പൊ പക്ഷേ അന്ന് ടീച്ചർമാരോ അച്ഛനമ്മമാരോ പറയുന്നത് വലിയ വില കൽപ്പിക്കുന്ന കാലമായതുകൊണ്ട് ഞാൻ ശരി എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് ആ പ്രൊഫഷന് തന്നെ പോയി അതിൽ ഞാൻ ഇത്രത്തോളം എത്തി. ഇപ്പൊ തിരിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ ടീച്ചർ എന്റെ ജീവിതത്തിൽ എത്ര വലിയ ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കിയത്. ആ ഒരു പ്രൊഫഷൻ ഞാൻ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വൈകല്യം വെച്ച് ഞാൻ ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വന്നേനെ. ഡോക്ടറായപ്പോഴും ഒരു ശിശുരോഗ വിദഗ്ധനാവാനായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശ്രമം. ചെസ്റ്റ് വിഭാഗം ട്യൂട്ടറായിട്ടായിരുന്നു സെലക്ഷൻ. എന്നാൽ ഇന്റർവ്യൂ കാർഡ് കിട്ടുന്നത് വൈകാൻ പോസ്റ്റൽ തകരാറ് കാരണമായി. അദ്ദേഹത്തിന്റെ വൈകല്യം കാരണം വികലാംഗ കോട്ടയിൽ നിയമനം ഉറപ്പായിരിക്കുകയായിരുന്നു പോസ്റ്റൽ തകരാറ്. ആ തകരാറ് മറ്റൊരു ഗുണമാവുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ആശ്വസിക്കാനായി പറഞ്ഞത്രേ. ആ വാക്കുകൾ സത്യവുമായി. ഒരിക്കൽ എൻ്റെ ഒരു കൊലീഗ് ഡോക്ടർ ഈ ഇന്റർവ്യൂ ഞാൻ ഒരെണ്ണം മിസ്സായ കാര്യം പറഞ്ഞല്ലോ എനിക്ക്. അപ്പോ എന്നോട് പറഞ്ഞു, രാജേന്ദ്ര വിഷമിക്കണ്ട, അത് എന്തെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഒരു പീഡിയാട്രീഷ്യനായി മാറി. പക്ഷേ ശരിയാണ്, ഇപ്പൊ ഞാൻ ഈ ശാരീരിക അസ്വാസ്ഥ്യത്തില് എനിക്ക് നടന്ന് റൗണ്ട്സ് എടുക്കാനൊന്നും എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല. നേരെ മറിച്ച് കുട്ടികളാവുമ്പോ അവര് ഇവിടെ കൊണ്ടുവന്ന് തരും, കുട്ടികളെയൊക്കെ എടുത്തുകൊണ്ട് വരും. എവിടെ ഞാൻ പോയിരുന്നാലും അമ്മമാര് കുട്ടികളെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വരും. അപ്പൊ എനിക്ക് യാതൊരു പ്രയാസവും, അവരെ നോക്കി വിട്ടാൽ മാത്രം മതി. അപ്പോ അതന്ന് ഒരു നല്ലതിനായിരുന്നു എന്ന് ഇന്ന് ഞാൻ സമാധാനിക്കുന്നു. പിന്നെ എന്തിനും ഞങ്ങള് അല്ലെങ്കിൽ വികലാംഗർ മൊത്തത്തില് സമാധാനം കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലെയുള്ള ആൾക്കാരെ നോക്കി നമ്മൾ ഒരിക്കലും സമാധാനിക്കില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളെങ്ങനെയാ സമാധാനം കണ്ടെത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏഷ്യാനെറ്റ് മറ്റേ സ്റ്റാർ സിംഗറിൽ കണ്ടു കണ്ണില്ലാത്ത കുട്ടി. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, ഒരു കണ്ണ് രണ്ടും ഇല്ലെങ്കിൽ ജീവിതത്തിലുള്ള എത്ര സുഖങ്ങളാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. നമ്മൾ ഒരാളെ കാണാൻ പറ്റില്ല, ഒരു നല്ല കാഴ്ചകൾ കാണാൻ പറ്റില്ല. അപ്പോ പ്രകൃതിയോ അല്ലെങ്കിൽ ദൈവമോ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അപ്പോ അങ്ങേര് നമ്മളോട് അത്ര ക്രൂരമായിട്ട് പെരുമാറിയില്ലല്ലോ. മനക്കരുത്തുകൊണ്ട് എന്തും കീഴടക്കാനും നേരിടാനും കഴിയുമെന്നാണ് ഡോക്ടറുടെ തത്വശാസ്ത്രം. ആർക്കെങ്കിലും വികലാംഗനായ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ അവഗണിക്കരുതെന്ന ഉപദേശവും അദ്ദേഹത്തിനുണ്ട്. വികലാംഗരായ കുട്ടികൾക്ക് ഫ്രീ കൺസൾട്ടേഷനും മരുന്ന് നൽകാനും ഡോക്ടർ ശ്രമിക്കുന്നു. ഒടുവിൽ ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്: എന്താണ് ഡോക്ടറെ ഇത്രയും ആളുകൾ അംഗീകരിക്കാൻ കാരണമാവുന്നത്? അപ്പോ അതിന് എനിക്ക് പറയാനുള്ള ഒരു ആൻസർ എന്താന്ന് വെച്ചാൽ, ഞാൻ ഒരു ദിവസം ഞാൻ ഹൗസ് സർജനായിരുന്നപ്പോ സർജിക്കൽ വാർഡിൽ, കുട്ടികളുടെ സർജിക്കൽ വാർഡിൽ കയറിപ്പോയപ്പോ അവര് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന കുറച്ച് സുഖേടുകളേ ഉള്ളൂ, പിന്നെ ചികിത്സിച്ചാൽ ആശ്വാസം പകരാൻ പറ്റുന്ന കുറച്ച് അസുഖങ്ങളുണ്ട്, പിന്നെ ഈ മറ്റേ ചികിത്സ കൊണ്ട് മാറാത്ത അസുഖങ്ങളും ഉണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിലെല്ലാം ചെയ്യാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യം അവരോടൊരു ആശ്വാസ വാക്ക് പറയാം എന്നുള്ളതാണ്. അപ്പോ ഈ മെഡിസിൻ എന്നുള്ള ഒരു കാര്യം വെറും ട്രീറ്റ്മെന്റിൽ മാത്രം അധിഷ്ഠിതമല്ല, അത് നല്ലൊരു ശതമാനം സൈക്കോളജിയാണ്. അതായത് ഒരു വിഷമിച്ച് വരുന്ന ഒരു കുട്ടികളുടെ അച്ഛനോട് നമുക്ക് ചിലപ്പോൾ ആ കുട്ടിക്ക് സീരിയസ് ആയിട്ടുള്ള സൂക്കേടായിരിക്കാം, എന്നാലും കുട്ടി വളരെ സീരിയസ് ആണ് കേട്ടോ എന്ന് പറഞ്ഞ് ഓടിക്കൊള്ളൂ എന്ന് പറയുന്നതിൽ നിന്ന് നല്ലത്, ഇതിലിപ്പോ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന കരയാൻ മാത്രമുള്ള അസുഖമൊന്നുമില്ല, നിങ്ങൾ ഇതിൽ ഞാൻ എഴുതിത്തരാം, നിങ്ങൾക്ക് അത്യാവശ്യം ഇപ്പോൾ അവിടുന്ന് ഇന്ന മരുന്നുകളൊക്കെ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് വണ്ടി പിടിച്ചിട്ട് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കാണിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്കൊരാശ്വാസമായി, ഹോപ്പായി. നമ്മൾ അവർക്ക് ഹോപ്പ് കൊടുക്കാണ്. എന്റെ ജീവിതവും നിയന്ത്രിച്ചിരിക്കുന്നത് മേ ബി ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് എല്ലാവരുടെയും ജീവിതം നിയന്ത്രിക്കുന്നത്. ഈ ഹോപ്പ് നമുക്ക് വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് വലിയൊരു കാര്യം. എന്താന്ന് വെച്ചാൽ ഒരാളെയും പെട്ടെന്ന് അവരുടെ എന്താന്ന് വെച്ചാൽ നമുക്ക് വരുന്ന മാനസിക പീഡനങ്ങളിൽ പലതിലും ഞാൻ പഠിച്ചൊരു പാഠമാണത്. എല്ലാവർക്കും ആ രോഗി ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ഇതിൽ ഞാൻ ഇമാജിൻ ചെയ്ത് നോക്കും, എന്നിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ടായിരിക്കും ഒരു പരിധി വരെ ഞാൻ വിജയിക്കുന്നത്. അത് ഉദാഹരണത്തിന് ഞാൻ 5 മാസം ഇവിടെ ഇല്ലായിരുന്നു, അതായത് കാലത്തെ ഫ്രാക്ചർ പറ്റിയിട്ട് 5 മാസം ഞാൻ
കിടപ്പിലായിരുന്നു. എന്നിട്ടും തിരിച്ചു വന്നപ്പോൾ എനിക്ക് അത്ര തന്നെ രോഗികൾ പെട്ടെന്നുണ്ടായി. ഇപ്പം 2 മാസം ഇപ്പൊ ഇവിടെ ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപേരും പറഞ്ഞത് ഒന്ന് നോക്കി തന്നാൽ മതി എന്നും പറഞ്ഞു. അപ്പൊ ഞങ്ങളൊക്കെ സാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പലപേരും വന്ന് എന്നോട് പറഞ്ഞു അത്. അപ്പൊ അവരുടെ പ്രാർത്ഥനയും ഒക്കെ ആയിരിക്കാം ചിലപ്പോ നമ്മൾ ഈ ലെവലിൽ ഇപ്പോൾ തുടർന്നു പോകുന്നത് എന്ന് വിചാരിക്കുന്നു ഒന്ന്. പിന്നെ ഈ എമ്പതി എന്ന് പറയും എപ്പോഴും നമ്മുടെ ഇതില് മറ്റേ സയൻസിൽ. അതായത് നമ്മൾ വേറെ ഒരാളായിരുന്നെങ്കിൽ എന്തുണ്ടാവും. മേ ബി ഞാൻ രണ്ടിലും അനുഭവിച്ച ആളായതുകൊണ്ട്, ഞാൻ ഡോക്ടറായിട്ടും ഒരു രോഗിയായിട്ടും അനുഭവിച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ആ എമ്പതി പെട്ടെന്ന് ആ ലെവലിലേക്ക് താന്ന് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ടുകൂടിയായിരിക്കാം അത്. ചിത്രം വരയും ഗാർഡനിങ്ങും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഹോബികളാണ്. കൂട്ടത്തിൽ പാട്ട് കേൾക്കാനും പാടാനും. മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ മാണിക്യ വീണയുമായൻ മനസ്സിന്റെ. വിജയഗാഥയുടെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. അതിനു മുമ്പ് ഡോക്ടറെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. സൂപ്രണ്ട് എന്ന ലെവലിലൂടെ കുറച്ച് മാസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും കാലഘട്ടത്തിലാണ് ഈ ആശുപത്രിയിലെ ഇത്രയും പുരോഗതി. മുകളിലെ പുതിയ ബിൽഡിംഗ് വന്നതും പുതിയ ബിൽഡിങ്ങിന്റെ ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് മെഡിക്കൽ സർജിക്കൽ വാർഡിലും കുട്ടികളുടെ വാർഡിലും മുകളിൽ ടെറസ് വർക്ക് ചെയ്തെല്ലാം സാറിന്റെ സമയത്താണ്. ഇതിനു മുമ്പുള്ള സൂപ്രണ്ടുമാരെ അപേക്ഷിച്ച് പ്രത്യേക വൈദഗ്ധ്യം ആ സാറിനുണ്ടായിരുന്നു. നല്ല ഡോക്ടർ, ഒരു നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ വളരെ മനുഷ്യ സ്നേഹിയാണ്. കാരണം എല്ലാവരോടും ഒരു പക്ഷഭേദം ഇല്ലാതെ ഒരുപോലെ ബിഹേവ് ചെയ്യുന്ന ആളാണ്. അതുപോലെ ഒരു കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അതിലും നല്ലത് എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റം, അത് ശരിക്കും ഒരു പീഡിയാട്രീഷ്യൻ ആകാൻ എല്ലാ യോഗ്യതയും ഉള്ളതാണ് സാറ്. പിന്നെ ശാരീരിക വൈകല്യം സാറിനുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പരിപാടിയിൽ നിന്നും പിന്നോട്ട് നിൽക്കുകയോ അതൊരു തടസ്സമായി ഇവനൊരു കോളിന് വാർഡിൽ വിളിച്ചാൽ കൂടി സാർ അവിടെ വന്ന് കാണും. ചന്ദ്രൻ സാറ് വളരെ നല്ല ഒരു ഡോക്ടറാണ്. കുട്ടികളുടെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ഒരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എൻ്റെ മോളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ വരുന്നതിന് മുമ്പ് എൻ്റെ മോളെ കൊണ്ടുവന്നിട്ട് ഡോക്ടറെ അടുത്ത് ഒരുപാട് പ്രാവശ്യം കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ഏത് കുട്ടികൾക്കാണെങ്കിലും ശരി സാറിന് തൊട്ടാൽ മതി, അപ്പം തന്നെ അസുഖം ഒരു സമാധാനം പോലെ. മരുന്ന് മെഡിസിൻ അല്ല മെയിൻ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപാരമായിട്ടുള്ള ഈ മനഃശക്തി കൊണ്ടും അതുപോലെ മുൻപോട്ട് പോവാനുള്ള ഈ മനക്കരുത്തും വെച്ചിട്ട് എന്തെങ്കിലും നേടാൻ പറ്റൂ. മറഞ്ഞൊരാ പുഞ്ചിരി എന്നിനി കാണും